മദീനയെ ഇത്രമാത്രം പുളകം കൊള്ളിച്ച ഒരു സംഭവം ഒരുപക്ഷെ വേറെ കാണില്ല. ഒരു പിതാവിൻ്റെ 11 മക്കൾ ഒന്നിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഇസ്ലാമിലേക്ക് ഒന്നിച്ച് ആനന്ദത്തോടെ കടന്നു വരുന്നു. അവരുടെ കൂടെ എല്ലാ കഴിവുകളുമുള്ള സജ്ജരായ 400 കുതിരപ്പടയാളികളും. ആരാണവർ? അവർക്ക് നേതൃത്വം കൊടുത്ത നുഅ്മാൻ ഇബ്നു മുഖർറിൻ ആരാണ്? അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദീർഘമായ യാത്രക്കിടയിലുള്ള ഒരു സ്ഥലത്താണ് മുസൈന ഗോത്രക്കാർ താമസിക്കുന്നത്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് വന്ന് കൂടുതൽ വൈകാതെ തന്നെ അവിടത്തെക്കുറിച്ചുള്ള വാർത്തകൾ മുസൈന ഗോത്രക്കാരിലും എത്തി. ഓരോ ദിവസവും മദീനത്ത് വന്ന് തിരിച്ചു പോകുന്ന ആളുകളിൽ നിന്ന്, സംഘത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ വാർത്തകളെല്ലാം സന്തോഷകരമായ വാർത്തകൾ മാത്രമായിരുന്നു. മഹാസത്യം, വലിയ സന്തോഷകരമായ ആദർശമാണ് ആ പ്രവാചകർ പറയുന്നത്. ആ ഗോത്രത്തിലുള്ള ഓരോ ആളുകൾക്കും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയായിരുന്നു. അവരോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നവരാരും നല്ലതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഒരു സന്ധ്യാനേരം മുസൈന ഗോത്രക്കാരുടെ നേതാവ് നുഅ്മാൻ ഇബ്നു മുഖർറിൻ ഗോത്രത്തിലുള്ള ആളുകളോടെല്ലാവരോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രായമുള്ളവരും പ്രമുഖരായ വ്യക്തിത്വങ്ങളും എല്ലാം അവിടെ ഉണ്ട്. നുഅ്മാൻ ഇബ്നു മുഖർറിൻ പറഞ്ഞു, നമ്മൾ ആ മുഹമ്മദ് എന്ന വ്യക്തിയെക്കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതെല്ലാം വളരെ സന്തോഷകരമായ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. നീതിയിലേക്കും കരുണയിലേക്കും നന്മയിലേക്കുമാണ് ആ വ്യക്തി ജനങ്ങളെ മുഴുവനും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും നമ്മളോട് അതാണ് പറഞ്ഞിട്ടുള്ളത്. മദീനയോട് ഏകദേശം അടുത്ത് കിടക്കുന്ന പ്രദേശത്താണ് നാം താമസിക്കുന്നത്. എന്നിട്ടും എന്തേ നമ്മൾ വേഗം ആ മദീനയിൽ ചെന്ന് അവരെ കാണാൻ സമയം ഇനിയും വൈകിക്കുന്നു? ഇനി ഒരിക്കലും നമുക്ക് വൈകിക്കൂടാ. വേഗം മദീനയിലെത്തി അവരോടൊപ്പം നമുക്കും ചേരണം. നുഅ്മാൻ ഇബ്നു മുഖർറിൻ തുടർന്നു, ഏതായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചെ ഞാൻ മദീനയിലേക്ക് പോകും. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് എനിക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കൂടെ വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വരാം. ഇത് കേട്ട് മുസൈന ഗോത്രക്കാർ വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം മദീനയിൽ വന്ന ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാൻ തങ്ങളുടെ ഗോത്രത്തിൻ്റെ നേതാവ് തന്നെ എല്ലാവരെയും ക്ഷണിക്കുന്നു. അതിനുവേണ്ടി അവരെല്ലാവരും നല്ല വസ്ത്രമൊക്കെ ഉള്ളതൊക്കെ നല്ല രീതിയിൽ തയ്യാറെടുത്ത്, യാത്രക്കുള്ള കുതിരകളും മറ്റൊക്കെ തയ്യാറെടുത്ത് അവർ കാത്തിരുന്നു. ആ രാത്രി ഉറക്കമില്ലാതെ സന്തോഷത്തിൻ്റെ രാത്രി. നേരം പുലർന്നാൽ മദീനത്തേക്ക് അവരെല്ലാവരും പോവുകയാണ്. രാവിലെയായി യാത്രക്കൊരുങ്ങി നുഅ്മാൻ ഇബ്നു മുഖർറിൻ വന്നപ്പോൾ കണ്ടത് തൻ്റെ സഹോദരന്മാരായ 10 ആളുകളും തൻ്റെ കൂടെ മുഹമ്മദ് നബിയെ കാണാൻ വേണ്ടി ആ യാത്രക്ക് തയ്യാറായി കാത്തിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല, മുസൈന ഗോത്രത്തിൽ പേരുകേട്ട കഴിവുള്ള എല്ലാ മേഖലയിലും മിടുക്കരായ 400 കുതിരപ്പടയാളികളും ആ യാത്രക്ക് തയ്യാറായി കാത്തിരിക്കുകയാണ് പുലർച്ചെയായപ്പോഴേക്കും. അങ്ങനെ ആ സംഘം മദീനയിലേക്ക് മണൽത്തരികൾ പിന്നിട്ട് യാത്ര പോവുകയാണ്. യാത്ര പോകുന്നതിന് മുമ്പ് ഒരു കാര്യത്തിൽ നുഅ്മാന് വലിയ ലജ്ജ തോന്നി. ഇത്രയും ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാതെ എങ്ങനെയാണ് യാത്ര പോവുക? പക്ഷേ കഴിഞ്ഞ ഒരു വർഷം മുഴുവനും ദാരിദ്ര്യത്തിൻ്റേതായിരുന്നു ആ ഗോത്രത്തിൽ. കാർഷിക വിളകൾ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. കന്നുകാലികളിൽ കിട്ടുന്ന വരുമാനവും നന്നേ കുറവായിരുന്നു. ഒരുവിധം ഒപ്പിച്ചാണ് കഴിഞ്ഞ വർഷം ആ ഗോത്രത്തിലുള്ള ആളുകൾ മുന്നോട്ട് പോയത് തന്നെ. എങ്കിലും ഓരോ വീടുകളിലും നുഅ്മാൻ്റെ നേതൃത്വത്തിൽ അരിച്ചു പൊറുക്കി അവിടുന്ന് കിട്ടുന്ന ചെറിയ വിഭവങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കൂട്ടിയെടുത്ത് ഇത്രയും വലിയൊരു വ്യക്തിത്വത്തിൻ്റെ മുമ്പിലേക്ക് പോകുമ്പോൾ സമർപ്പിക്കാൻ വേണ്ടി അവരാൽ കഴിയുന്നതിൻ്റെ മാക്സിമം അവർ ഒരുമിച്ച് കൂട്ടിയെടുത്ത് യാത്ര മുന്നോട്ട് പോയി. അവർ കൊണ്ടു ചെന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ അവിടുത്തെ മുമ്പിൽ വെച്ചു. അവിടുന്ന് സ്വീകരിച്ചു. അവരെല്ലാവരും ഒന്നിച്ച് ആ തിരുസന്നിധിയിൽ തന്നെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞ് അവരെല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു. ഈ സംഭവം മദീനയെ വല്ലാതെ കോരിത്തരിപ്പിക്കുകയാണുണ്ടായത്. കാരണം ഒരു ഗോത്രത്തിലെ പ്രമുഖരായ 400 കുതിരപ്പടയാളികൾ ഒന്നിച്ച്, ഒരു പിതാവിൻ്റെ 11 മക്കൾ ഒന്നിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ വന്ന് ആ മഹാസത്യസന്ദേശവാക്യം ഉൾക്കൊണ്ട് ഞങ്ങളും ഇതിൻ്റെ കൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രവുമല്ല, അവർ കൊണ്ടുചെന്ന അരിച്ചു പൊറുക്കി വീടിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കിയായ ചെറിയ വിഭവങ്ങൾ പൊറുക്കിയെടുത്ത് അവരവിടെ ചെന്ന്
അത് സമർപ്പിച്ചത് അള്ളാഹ്ക്ക് വലിയ രീതിയിൽ ഇഷ്ടമാവുകയും അതിനെ സൂചിപ്പിച്ച് ഖുർആനിൽ ആയത്തിറങ്ങുകയും ചെയ്തു. സൂറത്ത് തൗബയിലെ 99-ാമത്തെ ആയത്ത് ഇവരെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. വമിനൽ ആറാബി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഇവരെ പ്രശംസിച്ചുകൊണ്ട് ഇവരുടെ നീയത്തിനെ അടിവരയിട്ട് അതിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു, അതിനെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു സൂറത്ത് തൗബയുടെ 99-ാമത്തെ ആയത്ത്. അതിനുശേഷം നുഅ്മാനുൽ മുഖറിൻ റളിയല്ലാഹു അൻഹും അവിടുത്തെ പ്രിയപ്പെട്ട സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കുകയുണ്ടായി. ഇസ്ലാമിന് വേണ്ടി പാറ പോലെ ഉറച്ച് യുദ്ധത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും സ്വയം സമർപ്പിച്ച് അവർ എന്നും മുൻപന്തിയിലുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ചില ഗോത്രങ്ങൾ ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയപ്പോൾ അടിയുറച്ച് ഞങ്ങൾ ഖലീഫയോടൊപ്പം തന്നെ എന്ന് പ്രഖ്യാപിച്ച് ഖലീഫക്ക് വലിയ ധൈര്യം കൊടുത്ത് മുസൈന ഗോത്രം മുഴുവനും കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം മതപരിത്യാഗികളുടെ പ്രശ്നങ്ങൾക്ക്, അവരുടെ പ്രശ്നങ്ങളൊക്കെ നിഷ്ഫലമാക്കാൻ വേണ്ടി ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൂടെ മുൻപന്തിയിൽ സമരത്തിനും ഇവർ സദാ സന്നദ്ധരായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംഭവം നടക്കുകയുണ്ടായി. അത് ഇസ്ലാമിക ലോകത്ത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഏടുകളിൽ എഴുതി വെക്കപ്പെട്ട ഒന്നാണ് നുഅ്മാൻ ഇബ്നു മുഖറിൻ തങ്ങളുടേത്. മുസ്ലിങ്ങൾ പേർഷ്യക്കാരുമായി നടന്ന വളരെ നിർണായകമായ ഖാദിസിയ്യ യുദ്ധത്തിൻ്റെ മുമ്പായി പടത്തലവൻ, പടനായകനായിരുന്ന സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു സംഘം ആളുകളെ കിസ്റ ചക്രവർത്തിയായിരുന്ന യസജ്ദർദിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ഒരു നിവേദക സംഘത്തെ. ആ സംഘത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുത്തത് നുഅ്മാൻ ഇബ്നു മുഖറിൻ തങ്ങളെയായിരുന്നു. ഇസ്ലാമിനെക്കുറിച്ച് കിസ്റ ചക്രവർത്തിക്ക് യസജ്ദർദിന് പരിചയപ്പെടുത്തുകയും ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കുകയുമായിരുന്നു ലക്ഷ്യം. അങ്ങനെ ആ സംഘം കിസ്റായുടെ ആസ്ഥാനത്ത് എത്തിച്ചേരുകയും കിസ്റായുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിച്ചപ്പോൾ അത് ലഭിക്കുകയും ചെയ്തു. ഒരു ദ്വിഭാഷയുടെ ട്രാൻസ്ലേറ്ററുടെ സഹായത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. രാജാവ് ചോദിച്ചു, ഇവർ എന്തിനാണ് വന്നത്? നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആക്രമിച്ച് നമ്മളെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെയാണോ അവർ വന്നത്? എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക ദ്വിഭാഷയോട് പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന്. ആ സമയത്ത് നുഅ്മാൻ ഇബ്നു മുഖറിൻ കൂടെ ഉണ്ടായിരുന്ന നിവേദക സംഘത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ഇവർ ഈ ചോദിച്ചതിൻ്റെയൊക്കെ കൃത്യമായ മറുപടി ഒന്നുകിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാം, നിങ്ങളെല്ലാവരും തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. അപ്പോൾ ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി നുഅ്മാൻ സംസാരിക്കും, അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾ സൂക്ഷ്മം കേൾക്കുക. നുഅ്മാൻ ഇബ്നു മുഖറിൻ ചക്രവർത്തിയുടെ മുഖത്തേക്ക് നോക്കി സംസാരിച്ചു തുടങ്ങി. നന്മയിലേക്കും സത്യത്തിലേക്കും നീതിയിലേക്കും സർവ നല്ല കാര്യങ്ങളിലേക്കും ക്ഷണിക്കുന്ന ഒരു പ്രവാചകരെ അള്ളാഹു ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങളിലേക്കാണ് ആ പ്രവാചകർ നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവാചകർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നാം ജീവിച്ചാൽ നാളെ പരലോകത്ത് ഏറ്റവും ഉന്നതമായ സന്തോഷകരമായ ജീവിതമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ വളരെ ദൈന്യതയിലും വലിയ പ്രയാസങ്ങളിലുമൊക്കെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രവാചകരുടെ സാന്നിധ്യം കൊണ്ട് വിശ്വസിച്ച ആളുകൾക്കൊക്കെ വലിയ അഭിവൃദ്ധിയും സന്തോഷങ്ങളും എല്ലാ മേഖലയിലും വലിയ വിജയങ്ങളുമാണ് കൈവന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മഹത്തായ ആശയത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും ഞങ്ങളെല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മഹത്തായ നന്മയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുവാൻ വേണ്ടി ആ പ്രവാചകർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും അയൽക്കാരായ നിങ്ങളോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. നിങ്ങൾ ഇത് സ്വീകരിച്ചാൽ, ഈ ആശയം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് വലിയ വിജയത്തിലേക്കുള്ള മാർഗമായി അത് മാറും. എല്ലാ തെറ്റായ കാര്യങ്ങളും തെറ്റാണെന്ന് അംഗീകരിച്ച്, നന്മകളൊക്കെ നന്മയാണെന്ന് അംഗീകരിച്ച് ആ നല്ല ജീവിത പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയ വിജയമുണ്ട്. ഇസ്ലാമിലേക്ക് ഉള്ള ഈ ക്ഷണം സ്വീകരിച്ച് അതിലേക്ക് വരാനാണ് താങ്കൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ മഹത്തായ ഗ്രന്ഥം അത് ഞങ്ങൾ ഏൽപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായി ജീവിക്കേണ്ട പദ്ധതികൾ ഞങ്ങൾ പറഞ്ഞു തരും. ഭരണകാര്യങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും. താങ്കളുടെ ഈ രാജ്യം താങ്കളെ തന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയും ചെയ്യും. ഇനി അതല്ല, അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പ്രത്യേകമായ നികുതി ജിസിയ നൽകിക്കൊണ്ട് താങ്കൾക്ക് ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം.
അതിനും താങ്കൾ വിസമ്മതിക്കുകയാണെങ്കിൽ ഒരു യുദ്ധത്തിലാണ് അത് ചെന്ന് കലാശിക്കുക. ഇത്രയും കേട്ടപ്പോൾ കിസ്റ ചക്രവർത്തി കോപം കൊണ്ട് വിറച്ചു. യസദ് ചെറുത് കോപാകുലനായി ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ നിങ്ങളെക്കാൾ ദയനീയമായ ഒരു സമൂഹം വേറെയില്ല. ശോചനീയമായ അവസ്ഥകളാണ് നിങ്ങളുടേതെല്ലാവരുടെയും. സാമ്പത്തികമായും വലിയ പിന്നാക്കം നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ. ഞങ്ങൾ പറഞ്ഞയക്കുന്ന രാജാക്കന്മാരാണ് പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് പോലും. തുടർന്ന് അല്പം ഗൗരവം കുറച്ച് രാജാവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വന്നത് വല്ല ഭൗതിക ആവശ്യങ്ങൾക്കും വേണ്ടിയാണെങ്കിൽ അത് തുറന്നു പറയാം. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാ ഭൗതിക സംവിധാനങ്ങളും നിങ്ങൾക്ക് തരാൻ നാം തയ്യാറാണ്. വേണമെങ്കിൽ നിങ്ങളെ നന്നായി ഭരിക്കാൻ കഴിയുന്ന ഒരു നല്ല രാജാവിനെ പോലും എനിക്ക് പറഞ്ഞയക്കാൻ സാധിക്കും. യസദ് ചെറുതിൻ്റെ ഈ നിർദ്ദേശങ്ങൾ ആ ദൗത്യസംഘം തള്ളിക്കളഞ്ഞു. ഞങ്ങൾ അതിനുവേണ്ടി വന്നവരല്ല, നേരത്തെ പറഞ്ഞ മഹത്തായ ആശയത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. വീണ്ടും ദേഷ്യം അതിശക്തമായ അവസ്ഥയിലെത്തിയ രാജാവ് യസദ് ചെറുത് ഇങ്ങനെ പറഞ്ഞു, സത്യത്തിൽ നിങ്ങൾ ദൂതന്മാരായതുകൊണ്ട് നാം ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വധിച്ചു കളഞ്ഞേനെ. നിങ്ങളെയും നിങ്ങളുടെ നേതാവിനെയും എല്ലാ ആളുകളെയും ഖാദിസിയിൽ കുഴിച്ചുമൂടാൻ വേണ്ടി റുസ്തമിനെ ഞാൻ പറഞ്ഞേക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ നേതാവിനോട് പറഞ്ഞേക്കുക. ഖാദിസി യുദ്ധം തൊട്ട് മുമ്പിലെത്തിയിരിക്കുന്ന സമയത്തായിരുന്നു ഈ കൂടിക്കാഴ്ച. തുടർന്ന് രാജാവ് ഇങ്ങനെ കൽപ്പിച്ചു, ഒരു കുട്ട നിറയെ മണ്ണ് കൊണ്ടുവരിക. ആ മണ്ണ് ഈ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രമാണിയായ ഒരാളുടെ തലയിൽ വെച്ച് അവരാ സംഘത്തെ നടത്തിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തേക്ക് നിങ്ങൾ അവരെ പറഞ്ഞേക്കുക. ആ രാജാവിൻ്റെ പട്ടാളക്കാരൻ വന്ന് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രമാണി ആരാണ്? ഇസ്ലാമിന് വേണ്ടി വലിയ ഒരു ത്യാഗം ചെയ്യാൻ കിട്ടിയ അവസരം മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ആസിം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനാണ്. അങ്ങനെ ആ മണ്ണ് ഏറ്റി ആ മണ്ണ് ചുമന്നുകൊണ്ട് പടനായകനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് അവർ യാത്രയായി. പേർഷ്യയിലെ മണ്ണ് നമുക്ക് കീഴടങ്ങും എന്നതിൻ്റെ സൂചനയായിട്ടാണ് അവർ ആ മണ്ണും കൊണ്ട് സഅദ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോയത്. അതിനുശേഷമാണ് ഖാദിസിയയിലെ അതിമഹത്തായ യുദ്ധം നടന്നത്. യസദ് ചെറുത് പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ ഖാദിസിയയിൽ കൊല്ലപ്പെട്ടു. പക്ഷേ അത് വിശ്വാസികളായിരുന്നില്ല, ശത്രുപക്ഷത്തുള്ള ആളുകളായിരുന്നു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും. അതിമഹത്തായ ഒരിക്കലും ഇസ്ലാമിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് അടിയറവ് പറയേണ്ടി വരില്ല എന്ന് ധാർഷ്ട്യം കാണിച്ച ആ പേർഷ്യൻ കിങ്കരന്മാർ അവിടെ തോറ്റോടുകയായിരുന്നു. വലിയ വിജയം മുസ്ലിമീങ്ങൾക്ക് ആ യുദ്ധത്തിൽ ലഭിച്ചു. ഖാദിസിയയിൽ നേരിട്ട ഈ വലിയ അപമാനകരമായ പരാജയത്തിന് ശേഷം പേർഷ്യക്കാർ എന്നും വലിയ സങ്കടത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും പകരം വീട്ടണം. കാരണം നാടുകളിലെല്ലാം അത് പ്രചരിക്കപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിങ്ങളുടെ ചെറിയ സൈന്യത്തോട് ഖാദിസിയയിൽ വെച്ച് പേർഷ്യക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും പകരം വീട്ടണം. ആ പക ആളിക്കത്തി. അങ്ങനെ വീണ്ടും 1.5 ലക്ഷം പടയാളികളുമായി മുസ്ലിങ്ങളുമായി അവർ യുദ്ധത്തിന് വരികയാണ്. ഈ വാർത്തയറിഞ്ഞ അന്നത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ നായകസ്ഥാനത്ത് ഞാൻ തന്നെ നേരിട്ട് പങ്കെടുക്കും. ഇത് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട മറ്റ് ചില സ്വഹാബത്തും അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ നേരിട്ട് പങ്കെടുക്കേണ്ടതില്ല, താങ്കൾ അതിന് കഴിയുന്ന ചില ആളുകളെ നിയോഗിച്ചാൽ മതിയാകും. അപ്പോൾ ഉമർ തങ്ങൾ പറഞ്ഞു, എന്നാൽ ആരെയാണ് ഞാൻ പടനായകത്വം ഏൽപ്പിക്കേണ്ടത്? നിങ്ങൾ തന്നെ പറയൂ. അപ്പോൾ സ്വഹാബത്ത് പ്രതികരിച്ചു, താങ്കളുടെ പട്ടാളത്തിൽ ഏറ്റവും കഴിവുള്ള ആളുകൾ ആരാണ് എന്ന് താങ്കൾക്ക് തന്നെയാണ് അറിയുക. താങ്കൾ തന്നെ പറഞ്ഞാലും ഞങ്ങളത് സ്വീകരിച്ചു കൊള്ളാം. ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശത്രുക്കളെ കാണുന്ന സമയത്ത് ശരവേഗത്തിൽ അവർക്കിടയിലൂടെ ഓടിച്ചെന്ന് കീഴടക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ആ ആളെയാണ് ഞാൻ പടനായകത്വം ഏൽപ്പിക്കുന്നത്. നുഅ്മാൻ ഇബ്നു മുഖറിൻ തങ്ങളെയാണത്. അങ്ങനെ ആ സംഘത്തിൻ്റെ മഹത്തായ ലീഡർഷിപ്പ് നുഅ്മാൻ ഇബ്നു മുഖറിൻ തങ്ങൾക്ക് കടന്നു വരികയാണ്. തുടർന്ന് നുഅ്മാൻ തങ്ങൾക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി. ആ യുദ്ധത്തിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളും സൂക്ഷിക്കേണ്ട കാര്യങ്ങളും എല്ലാം വിശദീകരിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കത്തെഴുതി. കത്ത് കിട്ടിയ ഉടനെ സന്തോഷത്തോടുകൂടെ ആ ഒരു യുദ്ധത്തിൻ്റെ നായകത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഖലീഫയുടെ ആജ്ഞ പാലിച്ചുകൊണ്ട് അനുസരണയോടുകൂടെ നുഅ്മാൻ ഇബ്നു മുഖറിൻ തയ്യാറായി. കൂടെയുള്ള പ്രധാനപ്പെട്ട സൈന്യത്തിലെല്ലാവരെയും കൂട്ടി ആ യുദ്ധത്തിന് വേണ്ടി അവർ ചെന്നു. പേർഷ്യൻ സൈന്യം നിലയുറപ്പിച്ചിരുന്ന നഹാവന്തിനോട് അടുത്ത സമയത്ത് എത്തുന്നതിൻ്റെ അല്പം മുമ്പായി
പ്രധാനപ്പെട്ട സൈന്യത്തിലുള്ള ആളുകൾ അവിടെ വിശ്രമിക്കുകയും ഒരു സംഘത്തെ പരിസരമൊക്കെ വീക്ഷിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്തു നുഅ്മാൻ തങ്ങൾ. ആ പോയ സംഘത്തിലുള്ള ആളുകൾ നഹാവന്തിൻ്റെ ഏകദേശം അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് അവരുടെ കുതിരകളൊന്നും മുന്നോട്ട് പോകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കുതിരകൾ മുന്നോട്ട് നടക്കാതെ വന്നപ്പോൾ അവർ അവിടെ ഇറങ്ങി എന്താണ് കാരണമെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇരുമ്പിൻ്റെ ചീള് പോലെയുള്ള കൂർത്ത കുറേ കാര്യങ്ങൾ ആ വഴികളിൽ മുഴുവനും, നഹാവന്തിലേക്കുള്ള മുഴുവൻ വഴികളിലും ശത്രുക്കൾ ചിതറിയിരിക്കുന്നു. കൂർത്ത ആണി പോലെ ആ കാര്യങ്ങളൊക്കെ കുതിരയുടെ കാലുകളിൽ തറച്ചു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് വേദന കൊണ്ട് പൊളഞ്ഞിട്ടാണ് അത് മുന്നോട്ട് പോകാത്തത്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നുഅ്മാൻ തങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് നുഅ്മാൻ തങ്ങൾ നിർദ്ദേശിക്കുകയും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ടൊരു തന്ത്രം നുഅ്മാൻ തങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു തന്ത്രം നുഅ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു. രാത്രി നഹാവന്തിൽ തമ്പടിച്ചിരിക്കുന്ന ശത്രു സൈന്യം കാണുന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ പടയാളികൾ അതിനോട് തൊട്ടടുത്ത എത്തിയ പ്രദേശത്ത് നിന്ന് തീപ്പന്തങ്ങളൊക്കെ കത്തിച്ച് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന വിവരം അവരെ അറിയിക്കുക. അപ്പോൾ അവർ യുദ്ധത്തിന് തയ്യാറാവും. ആ സമയത്ത് അവരെ കാണുമ്പോൾ പേടിച്ചിട്ടെന്ന പോലെ പിന്തിരിഞ്ഞു പോകുന്ന ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനും പറഞ്ഞു. അപ്പോൾ ഇവർ പിന്തിരിഞ്ഞോടുകയാണ് എന്ന് മനസ്സിലാക്കി ബാക്കി ഏതായാലും അവർ പിന്തിരിഞ്ഞോടുകയാണ്, അവർ ബാക്കി തുരത്തി ഓടിക്കാൻ എളുപ്പമായിരിക്കും എന്ന വിചാരത്തിൽ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ അവർ തന്നെ മാറ്റി അവരൊരു യുദ്ധത്തിന് വരാൻ സാധ്യതയുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആ ശത്രുക്കൾ തന്നെ അവരുടെ വേലക്കാരെയും മറ്റും ഉപയോഗിച്ച് ആ വഴികളിലുള്ള എല്ലാ കാര്യങ്ങളും തുടച്ചു നീക്കി ആ വഴികളിലൂടെ ഒരു ശക്തമായ ഒരു മുന്നേറ്റം നടത്തി നഹാവന്തിയിലേക്കുള്ള മുഴുവൻ വഴികളും മുസ്ലിങ്ങൾ കീഴടക്കി. നഹാവന്തിലെ ഒരു ഉയർന്ന പ്രദേശത്താണ് നുഅ്മാൻ ഇബ്നു മുഖർറിൻ റളിയല്ലാഹു അൻഹു സംഘവും തമ്പടിച്ചത്. ശത്രുക്കളെ ഒരു മിന്നലാക്രമണത്തിൽ ആക്രമിച്ച് തോൽപ്പിക്കാനായിരുന്നു പദ്ധതി. അവർ തൻ്റെ പടയാളികളോടായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ 3 തക്ബീറുകൾ ചൊല്ലും. 1-ാമത്തെ തക്ബീർ കേൾക്കുമ്പോൾ തയ്യാറായിട്ടില്ലാത്തവർ തയ്യാറായി നിൽക്കുക. 2-ാമത്തെ തക്ബീർ കേൾക്കുമ്പോൾ ഓരോരുത്തരും ആയുധമണിയുക. 3-ാമത്തെ തക്ബീർ മുഴക്കി ഞാൻ ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞു കയറും, നിങ്ങളും എന്നെ പിന്തുടരുക. പറഞ്ഞതുപോലെ 3 തക്ബീറുകളിൽ 3-ാമത്തേതും മുഴക്കി നുഅ്മാൻ ഇബ്നു മുഖർറിൻ റളിയല്ലാഹു അൻഹു ശത്രുക്കൾക്കിടയിലേക്ക് സിംഹം പാഞ്ഞെടുക്കുന്നത് പോലെ ശൗര്യത്തോടുകൂടെ പാഞ്ഞെടുത്തു. അതിഘോരമായ യുദ്ധമാണ് 1.5 ലക്ഷം വരുന്ന പേർഷ്യൻ പട്ടാളക്കാരോട് മുസ്ലിം സൈന്യം നടത്തിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ യുദ്ധങ്ങൾ നടന്നു. പോരാട്ടം കൊടുമ്പിരി കൊണ്ടു. അവസാനം പല കുന്നിൻ പുറത്തും താഴ്വാരങ്ങളിലുമൊക്കെ ശക്തമായ ഏറ്റുമുട്ടുകൾ നടത്തി അന്തിമ വിജയം മുസ്ലിംകളുടേതായിരുന്നു. സത്യത്തിൻ്റെ വഴിയിലേക്ക് ആ പ്രദേശം വരികയായിരുന്നു. ആ യുദ്ധത്തിൻ്റെ സമാപനത്തിൽ എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച് ആ ഒരു ഘട്ടത്തിൽ കുതിര അവിടെ തെന്നി വീഴുമ്പോൾ ആ കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് ശക്തമായ ഒരു വീഴ്ച നുഅ്മാൻ ഇബ്നു മുഖർറിൻ റളിയല്ലാഹു അൻഹുവിന് സംഭവിക്കുകയാണ്. ആ വീഴ്ചയിൽ മാരകമായ മുറിവേറ്റു. പതാക പിടിച്ച് യുദ്ധം ചെയ്യുന്നതിനിടയിൽ യുദ്ധത്തിൻ്റെ പരിസമാപ്തിയിൽ ഈ വീഴ്ചയുണ്ടായപ്പോൾ വീണത് തൻ്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കിയ നുഅ്മാൻ തങ്ങളുടെ സഹോദരൻ നേരെ വന്ന് അവരെ ഒരു പുതപ്പിട്ട് മൂടി ആ പതാക ഏറ്റെടുത്തു. അങ്ങനെ യുദ്ധത്തിൻ്റെ എല്ലാവിധ സന്തോഷകരമായ വിജയാഹ്ലാദങ്ങളും അള്ളാഹുവിനെ സ്തുതിക്കലുകളും എല്ലാം കഴിഞ്ഞു. ആ സമയത്ത് പടനായകൻ എവിടെ എന്ന് അന്വേഷിച്ചവരോട് പടനായകൻ്റെ സഹോദരൻ നുഅ്മാൻ തങ്ങളുടെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു. ആ പുതപ്പിട്ട് മൂടിയ അവസ്ഥയിലായിരുന്നു നുഅ്മാൻ തങ്ങളുടെ ശരീരം അപ്പോൾ ഉണ്ടായിരുന്നത്. യുദ്ധത്തിൻ്റെ അവസാനത്തെ ഘട്ടവും കഴിഞ്ഞു. വിജയം പരിപൂർത്തീകരണത്തിലെത്തി എന്നുറപ്പിക്കുന്നത് വരെ മഹാനവറുകൾ ഈ ലോകത്തോളിൽ നിന്ന് യാത്ര പോയ വിവരം സഹോദരൻ മറച്ചു വെക്കുകയായിരുന്നു. വിജയങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, പടനായകനിതാ ഇവിടെ കിടക്കുന്നു. അള്ളാഹു അവിടുത്തെ നയനങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി കഴിഞ്ഞു. രക്തസാക്ഷിത്വം നൽകി ആ ഒരു മഹാജീവിതത്തെ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ മണ്ണിൽ ഷഹീദായി ലോകത്തോട് മഹാനവറുകൾ യാത്രയാവുകയാണ്. സ്വർഗത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരയെങ്കിലും അവിടുത്തെ ഒന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.